മലയാളികൾക്കും സൗത്ത് ഇന്ത്യയിലും വളരെയധികം സുപരിചിതനായ നടൻ മോഹൻ ശർമ്മ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് താൻ അനാഥാലയത്തിലാണെന്നും വൃദ്ധസദനത്തിലാണെന്നും തന്നെ നോക്കാൻ ആരുമില്ല എന്നും അത്തരം അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും മരുന്ന് പോലും വാങ്ങാനുള്ള കാശ് തന്റെ പക്കലില്ല എന്ന് പറഞ്ഞെത്തിയിരുന്നു. ഒരു കാലത്ത് യുവതലമുറയെ മുഴുവൻ തന്നെ വളരെയധികം രസിപ്പിച്ചിരുന്ന ഒരു കലാകാരന് ഇന്ന് ഈ അവസ്ഥ നേരിടേണ്ടി വരുന്നത് മലയാളികൾക്കുൾപ്പെടെ പലർക്കും താങ്ങാനായില്ല. അങ്ങനെയുള്ള അന്വേഷണം ചെന്നെത്തിയത് വളർത്തുമകളും നടിയുമായ ഐശ്വര്യയിലും രണ്ടാം ഭാര്യയായ ലക്ഷ്മിയിലുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ നടനെ ഇപ്പോൾ തിരിഞ്ഞുപോലും നോക്കാത്തത് എന്നുള്ള ചോദ്യം അപ്പോൾ ചോദിച്ചിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ നടി ഐശ്വര്യ തൻ്റെ അച്ഛനെന്ന് പറയുന്ന വ്യക്തി, അതായത് തൻ്റെ വളർത്തച്ഛനായ വ്യക്തി തന്നെ ഉപദ്രവിച്ചതെന്നും ആർക്കും അറിയില്ല എന്നും അദ്ദേഹം കാരണം തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുഃഖത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയാണ് എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു. എല്ലാവർക്കും അതൊരു വേദന നൽകുന്ന വാർത്തയായി മാറുന്നുണ്ട്. ഐശ്വര്യയുടെ കയ്യിൽ പോലും വേദനയുള്ള പാടുകൾ ഉണ്ടായിരുന്നുവെന്നും അതെല്ലാം തൻ്റെ രണ്ടാനച്ഛൻ അടിച്ചു തന്നെ ഉണ്ടാക്കിച്ചതാണെന്നും പറയുന്നുണ്ട്. ഓരോ സമയത്തും ഇത്തരത്തിൽ അയാളുടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. തൻ്റെ സ്വന്തം അച്ഛനായി കണ്ടായിരുന്നു ഐശ്വര്യ ആ വേദനയെല്ലാം സഹിച്ചത്. അത്രമാത്രം തന്നെ പ്രശ്നം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഐശ്വര്യ പറയുന്നുണ്ട്. ഓരോ സമയത്തും തൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിൽ വെല്ലുവിളികൾ അനുഭവിച്ചിട്ടുണ്ട് താൻ. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന സംഭവത്തെക്കുറിച്ചും ഇപ്പോൾ ഐശ്വര്യ വെളിപ്പെടുത്തുന്നുണ്ട്. അമ്മ തനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത്. അന്ന് അമ്മ തിരക്കിലായിരുന്നു. അമ്മ ഷൂട്ടിംഗ് തിരക്കുകളിൽ നിൽക്കുമ്പോൾ എപ്പോഴും അച്ഛൻ തന്നെയാണ് തൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ വളരെയധികം സന്തോഷത്തിൽ ജീവിക്കാൻ തുടങ്ങി. ഞങ്ങളും സന്തോഷത്തിൽ ജീവിക്കാൻ തുടങ്ങി. അതും ഒരു സത്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ ഈ ഒരു വാർത്തയെപ്പറ്റി തന്നെയാണ് ചോദിക്കുകയും ചെയ്യുന്നത്. നടി ഐശ്വര്യയും നടി ഐശ്വര്യയുടെ അച്ഛനും ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് പലരും അന്വേഷിക്കുന്നുണ്ട്. വാർത്തച്ഛനായി വന്ന അദ്ദേഹം ഐശ്വര്യയെ പൊന്നുപോലെ നോക്കി എന്നാണ് സിനിമയ്ക്കകത്തുള്ള പ്രവർത്തകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത്. അച്ഛനായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത്. എന്നെ അച്ഛൻ്റെ കയ്യിൽ വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെ അമ്മ പോകുമായിരുന്നു. എനിക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞു തരുന്നതും പട്ടുപാവാട വാങ്ങിത്തരുന്നതും എല്ലാം അദ്ദേഹമാണ്. അതെൻ്റെ അച്ഛനാണെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നെ തല്ലുമ്പോൾ അച്ഛനല്ലേ എന്നാണ് ഞാൻ കരുതി മിണ്ടാതിരുന്നത്. തല്ലെന്ന് പറഞ്ഞാൽ ചെറിയ തല്ലൊന്നുമല്ല. തല്ലി തല്ലി ശരീരത്തിൽ പാടുകൾ വരും. നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തത്ര മാത്രം. തല്ലി തല്ലി ശരീരത്തിൽ പാടുകൾ വരുന്നതും തല്ലുന്നതും ക്ഷീണിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല. എൻ്റെ അച്ഛനല്ലേ തല്ലുന്നത് എന്ന വിശ്വാസമായിരുന്നു. അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്കും അയാൾക്കും ഇടയിൽ പ്രശ്നം വരുമോ എന്നോർത്ത് അവിടെയും പറഞ്ഞില്ല. അതിനിടയിൽ തന്നെ എന്നെ സ്കൂൾ മാറ്റി. അവിടെ വച്ച് സീനിയറായ ചേച്ചിമാരിൽ നിന്നും കാരണമില്ലാതെ തല്ല് വാങ്ങിയിരുന്നു. 2 നിന്നും തല്ല് വാങ്ങി. വളരെ ട്രോമ നിറഞ്ഞ കാലം. അതേസമയം അമ്മയ്ക്കും മറ്റുള്ളവർക്കും മുന്നിൽ സ്നേഹനിധിയായ അച്ഛനാണ് അയാൾ. അമ്മ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ ഞങ്ങളെ പുറത്തു കൊണ്ടുപോകും, ഷോപ്പിങ്ങിന് കൊണ്ടുപോകും. ഫാമിലിയായി തന്നെ നിന്നു. അദ്ദേഹം അടിക്കുമ്പോഴെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്തിനായിരുന്നു ഞാനെല്ലാം സഹിച്ചു നിന്നതുപോലും അറിയില്ല എന്നാണ് ഐശ്വര്യ വെളിപ്പെടുത്തുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.